ഹായ്, ഏവർക്കും പ്ലസ് ടു മാത്തമെറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം പ്ലസ് ടു മാത്തമെറ്റിക്സ് തിയറി എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. ഓൾറെഡി ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് പോർഷൻസ് ഡിസ്കസ് ചെയ്യുന്ന റിവിഷൻ ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററിന്റെയും റിവിഷൻ ക്ലാസ് കണ്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഫുൾ മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കും. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും റിവിഷൻ ക്ലാസ് ഉൾപ്പെടുന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് ഓരോ ചാപ്റ്റേഴ്സായി ഭംഗിയായി പഠിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇന്ന് നമ്മൾ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജസ്റ്റ് ഒരു A+ മതി എന്നുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സും ഷുവർ ക്വസ്റ്റ്യൻസുമാണ് ഈ സീരീസിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ ചാപ്റ്ററിന്റെ റിവിഷൻ ക്ലാസ്സും ഡീറ്റെയിൽഡ് ക്ലാസ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാം. ജസ്റ്റ് ഒരു A+ മതി എന്നുള്ള വിദ്യാർത്ഥികൾ ഈ പറയുന്ന പ്രോബ്ലംസ് മാത്രം പഠിച്ചാലും മതി. സോ ചാപ്റ്റർ നമ്പർ 1-ൽ നിന്ന് ഈ വർഷം 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യത. ഒരു 3 മാർക്സിന്റെ ക്വസ്റ്റ്യനും മറ്റൊരു 4 മാർക്സിന്റെ ക്വസ്റ്റ്യനും. സോ 7 മാർക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായിട്ടും 2 പോർഷനാണുള്ളത്. ഒന്ന് ടൈപ്സ് ഓഫ് റിലേഷൻസ്, മറ്റൊന്ന് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. അതോടൊപ്പം തന്നെ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്, ഇൻവെർട്ടിബിൾ ഫങ്ഷൻസ്, അതിന്റെ ഡെഫിനിഷനും സിമ്പിൾ പ്രോബ്ലംസും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സ് നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. So chapter number 1 relations and functions. അതിലെ key point number 1. A relation R in a set capital A is said to be reflexive if ordered pair A, A element of R for all A element of A. ഒരു റിലേഷൻ റിഫ്ലെക്സീവ് എന്ന് പറയണമെങ്കിൽ ആ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള സെറ്റിലെ എല്ലാ എലമെന്റ്സിനും അതിനോട് തന്നെ ബന്ധമുണ്ടായിരിക്കണം. ഇഫ് എവരി എലമെന്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ് ദെൻ ദാറ്റ് റിലേഷൻ ഈസ് സെഡ് ടു ബി റിഫ്ലെക്സീവ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഒരു സെറ്റിലെ എല്ലാ എലമെന്റിനും അതിനോട് തന്നെ ബന്ധമുണ്ടെങ്കിൽ ആ റിലേഷൻ എന്തെന്ന് പറയും? റിഫ്ലെക്സീവ്. ഈ ആശയം മനസ്സിലാക്കിയാൽ മതി, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. Next one, a relation R in a set A is said to be symmetric if ordered pair A, B element of R implies ordered pair B, A element of R. അതായത് എക്ക് ബിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ തിരിച്ച് ബിക്ക് എയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ ആ റിലേഷൻ എന്തെന്ന് പറയും? സിമട്രിക്. ഒരു റിലേഷനിലെ എല്ലാ എലമെന്റ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ടെങ്കിൽ ആ റിലേഷനെ നമ്മൾ എന്ത് പറയും? സിമട്രിക് എന്ന് പറയും. എന്താണ് കണ്ടീഷൻ? ഓർഡേർഡ് പെയർ A, B റിലേഷനകത്തുണ്ടെങ്കിൽ തിരിച്ച് ഓർഡേർഡ് പെയർ B, A എലമെന്റ് ഓഫ് R ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ ദാറ്റ് റിലേഷൻ ഈസ് സെഡ് ടു ബി സിമട്രിക്. നെക്സ്റ്റ് വൺ, എ റിലേഷൻ R in a set A is said to be transitive if ordered pair A, B element of R and ordered pair B, C element of R implies ordered pair A, C element of R. ordered pair A, B യും then B യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു പെയർ B, C element of R ആണെങ്കിൽ ordered pair A, C യും റിലേഷനകത്തുണ്ട് എങ്കിൽ ആ റിലേഷൻ എന്തെന്ന് പറയും? ട്രാൻസിറ്റീവ് എന്ന് പറയും. ഇത്തരത്തിലുള്ള 2 ഓർഡേർഡ് പെയർസ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിലും ക്ലിയർലി ദ റിലേഷൻ ട്രാൻസിറ്റീവ് എന്ന് പറയും. ഇങ്ങനത്തെ 2 ഓർഡേർഡ് പെയർസ് കണ്ടെത്തിയാൽ ഫസ്റ്റും ലാസ്റ്റും തമ്മിൽ റിലേഷൻ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ ആ റിലേഷൻ എന്തെന്ന് പറയും? ട്രാൻസിറ്റീവ്. A, B, B, C element of R implies A, C element of R. Then the relation is said to be transitive. Next one, most important one. A relation R is said to be an equivalence relation if R is reflexive, symmetric and transitive. ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണെങ്കിൽ ആ റിലേഷനെ നമ്മൾ എന്ത് പറയും? ഒരു ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയും. ഇത്രയുമാണ് ടൈപ്സ് ഓഫ് റിലേഷനിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, പഠിച്ചിരിക്കേണ്ടതുമായ കീ പോയിന്റ്സ്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട 1-2 ഡെഫിനിഷൻ. A function f from A to B is 1, another name injective if f of x1 equal to f of x2 implies x1 equal to x2. A എന്ന സെറ്റിലെ എല്ലാ എലമെന്റിനും B എന്ന സെറ്റിലെ വ്യത്യസ്ത എലമെന്റ്സുമായി ഇമേജസ് ഉണ്ടെങ്കിൽ
every element has distinct images, then the function is said to be 1 1. എ എന്ന സെറ്റിലെ എല്ലാ എലമെന്റിനും ബി എന്ന സെറ്റിലെ ഡിസ്റ്റിങ്ക്ട് എലമെന്റുമായിട്ട് ഇമേജസ് ഉണ്ടെങ്കിൽ, വ്യത്യസ്ത എലമെന്റുമായി ബന്ധമുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ എന്തെന്ന് പറയും? ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. അത് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യുന്ന കണ്ടീഷൻ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. ഏതൊരു x1നും വ്യത്യസ്തമായ ഒരു x2 കണ്ടെത്താൻ സാധിക്കും. ചിലർ ഇത് എഫ് ഓഫ് x ഈക്വൽ ടു എഫ് ഓഫ് y ഇംപ്ലൈസ് x ഈക്വൽ ടു y എന്നെഴുതിയാലും ഓക്കെയാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ 1 1 എന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. ഈ കണ്ടീഷൻ ഓർത്തിരിക്കണം. നെക്സ്റ്റ് വൺ, എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് ഓൺ ടു അനദർ നെയിം സർജക്റ്റീവ് ഇഫ് given any y element of b there exists x element of a such that f of x equal to y. അതായത് ഈ സെക്കൻഡ് സെറ്റിലെ ഒരു എലമെന്റ് ആർബിട്രറി ആയിട്ട് എടുക്കുക, കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ പ്രീ ഇമേജ് ഫസ്റ്റ് സെറ്റിലുണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ ആ ഫംഗ്ഷൻ എന്തെന്ന് പറയും? ഓൺ ടു എന്ന് പറയും. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഭംഗിയായിട്ട് മനസ്സിലാവും. മറ്റൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. ഒരു ഫംഗ്ഷൻ ഓൺ ടു എന്ന് പറയണമെങ്കിൽ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ ഈക്വൽ ടു കോഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പ്രൂവ് ചെയ്താലും മതി. റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? ഓൺ ടു. അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. പലപ്പോഴും വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് ഓൺ ടു ഇഫ് ആൻഡ് ഓൺലി ഇഫ് range of f equal to codomain of f. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെറ്റ്. അതായത് range of f equal to capital B എന്ന് എഴുതിയാലും മതി. Finally, the last one, most important one. A function which is both 1 1 and 1 2 is called a bijective function. എന്താണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ? ഒരു ഫംഗ്ഷൻ 1 1 ആകണം 1 2 ആകണം എങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയും? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. രണ്ട് റിസൾട്ട് കൂടെ അറിയണം. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ എഫ് കോമ്പോസിഷൻ ജി കാണുന്ന ഫോർമുല എഫ് ഓഫ് ജി ഓഫ് എക്സ്. അതുപോലെ ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? എ ഫംഗ്ഷൻ ഈസ് ഇൻവെർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ഗിവൻ ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ്. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിൽ മാത്രമേ അതെന്താകത്തുള്ളൂ? ഇൻവെർട്ടിബിൾ. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് എന്ന് പ്രൂവ് ചെയ്യണം. ഈ രണ്ട് ഡെഫിനിഷൻ കൂടെ അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയില്ല എങ്കിലും ജസ്റ്റ് ആ തിയറി ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസും ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻസും. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട കീ പോയിന്റ്സ്. നെക്സ്റ്റ്, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുകയാണ്. മസ്റ്റായിട്ട് ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. Show that the relation R in capital R set of all real numbers defined as capital R equal to ordered pair a comma b such that a less than or equal to b is reflexive and transitive but not symmetric. ഈ റിലേഷൻ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് റിലേഷൻ? ഓർഡേർഡ് പെയർ എ കോമ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, അതുപോലെ ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. പക്ഷെ എന്തല്ല? സിമെട്രിക് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാം? നോക്കിക്കോളൂ. ആദ്യം ഇത് റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഏതൊരു എലമെന്റിനും അതിനോട് തന്നെ ബന്ധമുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം we have a less than or equal to a. ഈ റിസൾട്ട് ട്രൂ ആണല്ലോ. നിങ്ങൾ എന്താണ് ഇവിടെ റിലേഷനിൽ പഠിച്ചത്? a less than or equal to b ആണെങ്കിൽ a, b റിലേഷനകത്തുണ്ട്. അപ്പൊ a less than or equal to a ആണെങ്കിൽ a, a റിലേഷനകത്തുണ്ടെന്ന് പറയാം. സോ നമുക്ക് എന്തെഴുതാം? we have a less than or equal to a. therefore ordered pair a, a element of R. ഏതൊരു എലമെന്റ് എടുത്താലും അതിനോട് തന്നെ ബന്ധമുണ്ടായിരിക്കും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. therefore the relation R is reflexive. ഇനി ഇത് സിമെട്രിക് ആണോ എന്ന് അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് ആണെന്നാണ് അടുത്ത് പ്രൂവ് ചെയ്യേണ്ടത്. ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താണ് കണ്ടീഷൻ? ഇഫ് ഓർഡേർഡ് പെയർ എ കോമ ബി എലമെന്റ് ഓഫ് ആർ ആൻഡ് ഓർഡേർഡ് പെയർ ബി കോമ സി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് ഓർഡേർഡ് പെയർ എ കോമ ബി എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓർഡേർഡ് പെയർ ബി കോമ സി എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. എന്താണ് ഇതിന്റെ മീനിങ്? എ യെക്കാളും വലുതാണ് ബി, ബി യെക്കാളും വലുതാണ് സി എങ്കിൽ ക്ലിയർലി നമുക്ക് പറയാം എ യെക്കാളും വലുതാണ് സി. അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറയാം. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ എ കോമ ബി എലമെന്റ് ഓഫ് ആർ. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെങ്കിൽ എന്ത് പറയാം? എ കോമ സി എലമെന്റ് ഓഫ് ആർ. ഫോർ ഓൾ എ കോമ ബി കോമ സി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ആർ എന്നാണ് കേട്ടോ. അതായത് എ ബി ബി സി ഉണ്ടെങ്കിൽ എ സി എന്ന എലമെന്റ് നമുക്ക് റിലേഷനകത്ത് കണ്ടെത്താൻ സാധിക്കും എന്ന് പ്രൂവ് ചെയ്തു. therefore the relation R is transitive. ഒന്ന് രണ്ട് പ്രാവശ്യം എഴുതി പഠിച്ചാൽ മതി, വളരെ ഇമ്പോർട്ടന്റ് ആണ്.
നെക്സ്റ്റ് ഇത് സിമെട്രിക് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. നമുക്കറിയാം 1,2 എലമെന്റ് ഓഫ് ആർ. കാരണം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആ റിസൾട്ട് ട്രൂ ആണല്ലോ. ബട്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് 2,1 എലമെന്റ് ഓഫ് ആർ ആണോ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അത് ട്രൂ ആണോ? അല്ല. അപ്പൊ 2,1 എവിടെ ഇല്ല? റിലേഷനകത്ത് ഇല്ല. 1,2 ഉണ്ട്, പക്ഷെ നേരെ തിരിച്ചെഴുതുമ്പോൾ അത് റിലേഷനകത്ത് ഇല്ല. therefore the relation is not symmetric. അപ്പൊ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ ഇതേപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൂഫ് എഴുതുക. അല്ല എന്ന് കാണിക്കാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതിയാകും. ഓക്കെ, നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ റിവിഷൻ ക്ലാസ് കണ്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ in the set of all integers defined as capital R equal to ordered pair x comma y such that x minus y is an integer is an equivalence relation. ഈ റിലേഷൻ ഒരു ഇക്വാലൻസ് റിലേഷൻ എന്ന് പ്രൂവ് ചെയ്യണം. എന്താണ് ഇവിടുത്തെ റിലേഷൻ? സെറ്റ് ഓഫ് ഓൾ ഇൻഡിജറിൽ നിന്ന് ഇൻഡിജറിലേക്കാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ ആ റിലേഷനകത്ത് ഉണ്ടാകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു ഇൻഡിജർ ആയിരിക്കണം. എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻഡിജർ. ഇതൊരു ഇക്വാലൻസ് റിലേഷൻ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം അത് റിഫ്ലക്സീവ് എന്ന് പ്രൂവ് ചെയ്യണം, ദെൻ സിമെട്രിക് എന്ന് പ്രൂവ് ചെയ്യണം, ദെൻ ട്രാൻസിറ്റീവ് എന്നും പ്രൂവ് ചെയ്യണം. ആദ്യം നമുക്കറിയാം എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻഡിജർ ആണെങ്കിൽ എക്സ് കോമ വൈ എലമെന്റ് ഓഫ് ആർ. We have x minus x equal to എന്താണ് 0. അതൊരു ഇൻഡിജർ അല്ലേ? x minus y is an integer ആണെങ്കിൽ x comma y element of r. x minus x is an integer ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? x comma x element of r. Therefore r is reflexive. Every x is related to itself എന്ന് പ്രൂവ് ചെയ്തു. വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ് സിമെട്രിക് എന്ന് പ്രൂവ് ചെയ്യാൻ ordered pair x comma y element of r implies എന്താണ് അതിന്റെ മീനിങ്? x minus y is an integer. എക്സിൽ നിന്ന് y കുറച്ചാൽ ഇൻഡിജർ ആണെങ്കിൽ തിരിച്ച് y മൈനസ് എക്സും എന്ത് തന്നെ ആയിരിക്കും? ഒരു ഇൻഡിജർ തന്നെ ആയിരിക്കും. 4ൽ നിന്ന് 3 കുറച്ചാൽ 1, തിരിച്ച് 3 മൈനസ് 4 മൈനസ് 1 രണ്ടും ഇൻഡിജർ അല്ലേ? അതുകൊണ്ട് എക്സ് മൈനസ് വൈ ഇൻഡിജർ ആണെങ്കിൽ y മൈനസ് എക്സും ഇൻഡിജർ എന്ന് പറയാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എക്സ് മൈനസ് വൈ ഇൻഡിജർ ആണെങ്കിൽ എക്സ് കോമ വൈ എലമെന്റ് ഓഫ് ആർ. അപ്പൊ y മൈനസ് എക്സ് ഇൻഡിജർ ആണെങ്കിൽ എന്ത് എഴുതാം? y കോമ എക്സ് എലമെന്റ് ഓഫ് ആർ. ഫോർ ഓൾ എക്സ് കോമ വൈ കോമ എലമെന്റ് ഓഫ് ഇസഡ്. എക്സ് കോമ വൈ ഉണ്ട് എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു y കോമ എക്സ് റിലേഷനകത്ത് കണ്ടെത്താൻ സാധിക്കും എന്ന് പ്രൂവ് ചെയ്തു. ഹെൻസ് ദ റിലേഷൻ ആർ ഈസ് സിമെട്രിക്. നെക്സ്റ്റ് ട്രാൻസിറ്റീവ് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? ലെറ്റ് ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ ആൻഡ് ഓർഡേർഡ് പെയർ y കോമ ഇസഡ് എലമെന്റ് ഓഫ് ആർ എന്ന് അസ്യൂം ചെയ്യുക. എക്സ് കോമ വൈ എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻഡിജർ. y കോമ ഇസഡ് എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ y മൈനസ് ഇസഡ് ഈസ് ആൻ ഇൻഡിജർ. അതായത് എക്സ് മൈനസ് വൈ ആൻഡ് y മൈനസ് ഇസഡ് ആർ എന്താണ്? ഇൻഡിജേഴ്സ്. ഈ ഇൻഡിജറും ഈ ഇൻഡിജറും തമ്മിൽ ആഡ് ചെയ്യുന്നു. രണ്ട് ഇൻഡിജേഴ്സ് ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്ത് തന്നെ ആയിരിക്കും? മറ്റൊരു ഇൻഡിജർ ആയിരിക്കും. അതുകൊണ്ട് എക്സ് മൈനസ് വൈ പ്ലസ് y മൈനസ് ഇസഡ് ഈസ് ആൻ ഇൻഡിജർ എന്ന് എഴുതാം. ഇനി ഇവിടെ എന്ത് കിട്ടും പറഞ്ഞോ? മൈനസ് വൈ പ്ലസ് വൈ ക്യാൻസൽ ചെയ്താൽ എക്സ് മൈനസ് ഇസഡ് ഈസ് ആൻ ഇൻഡിജർ എന്ന് കിട്ടി. എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻഡിജർ എന്ന് പറഞ്ഞാൽ എക്സ് കോമ വൈ എലമെന്റ് ഓഫ് ആർ. എക്സ് മൈനസ് ഇസഡ് ഈസ് ആൻ ഇൻഡിജർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് കോമ ഇസഡ് എലമെന്റ് ഓഫ് ആർ. ഫോർ ഓൾ എക്സ് കോമ വൈ കോമ ഇസഡ് എലമെന്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ്. അതായത് എക്സ് വൈ വൈ ഇസഡ് ഉണ്ടെങ്കിൽ എക്സ് കോമ ഇസഡ് റിലേഷനകത്ത് കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രൂവ് ചെയ്തു. ഹെൻസ് ദ റിലേഷൻ ആർ ഈസ് ട്രാൻസിറ്റീവ്. സിൻസ് ആർ ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്, ഇറ്റ് ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. ഷോ ദാറ്റ് ആർ ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ എങ്കിലും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ക്ലിയർലി ദ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്, ക്ലിയർലി ദ റിലേഷൻ ഈസ് സിമെട്രിക്, ക്ലിയർലി ദ റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ്, ഹെൻസ് ഇറ്റ് ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ എന്ന് എഴുതിയാലും നിങ്ങൾക്ക് കിട്ടും പകുതി മാർക്ക്. കാരണം അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തിയറി നിങ്ങൾ എഴുതി കഴിഞ്ഞു. പ്രൂഫ് കൂടെ എഴുതിയാലേ 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കും കിട്ടത്തുള്ളൂ. പകുതി മാർക്ക് ഒന്നും അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്ക് സ്കോർ ചെയ്യാൻ ആ ഒരു ഐഡിയ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊരു ഷോർട്ട് കട്ടാണ്, ഒട്ടും പഠിക്കാത്ത ഉഴപ്പ മാർക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെ വേണ്ട, നിങ്ങൾ പഠിച്ച് തന്നെ സ്കോർ ചെയ്യുന്നതാണ് എനിക്ക് സന്തോഷം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. വീണ്ടും ടൈപ്സ് ഓഫ് റിലേഷനുമായിട്ടുള്ള മറ്റൊരു ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് 1 2 3 ഗിവൺ ബൈ ആർ ഈക്വൽ ടു. ഇവിടെ റിലേഷൻ റോസ്റ്റർ ഫോമിൽ തന്നിട്ടുണ്ട്, നേരത്തെ സെറ്റ് ബിൽഡർ ഫോമിലായിരുന്നു. എന്താണ് റിലേഷൻ? ആ റിലേഷനകത്തുള്ള എലമെന്റ്സ് 1 1 2 2 3 3 1 2 2 3. ഇത് റിഫ്ലെക്സീവ് ആണ്, ബട്ട് നെയ്തർ സിമെട്രിക് നോ ട്രാൻസിറ്റീവ് എന്ന് പ്രൂവ് ചെയ്യണം.
അപ്പൊ ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള സെറ്റ് എന്താണ്? 1 2 3. അപ്പോൾ ഈ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും അതിനോട് തന്നെ ബന്ധമുണ്ടോ? 1,1 റിലേഷനകത്തുണ്ടോ? ഉണ്ട്. 2,2 ഉണ്ടോ? ഉണ്ട്. 3,3 ഉണ്ടോ? ഉണ്ട്. Every element is related to itself. Therefore, the relation is reflexive. ആദ്യത്തെ പ്രൊഫൈലേ since 1 1 2 2 3 3 element of R is reflexive. നെക്സ്റ്റ്, ഇത് സിമെട്രിക് ആണോ? എല്ലാ എലമെന്റിനും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം വേണം. സെയിം എലമെന്റ് എടുത്തിട്ട് കാര്യമില്ല. 1,2 ഇതിനകത്തുണ്ട്. തിരിച്ച് ആര് വേണം? 2,1 ഇതിനകത്ത് വേണം. 2,1 ഇവിടെ ഉണ്ടോ? ഇല്ല. Therefore, it is not symmetric എന്ന് പറയാം. 1,2 റിലേഷനകത്തുണ്ട്, ബട്ട് 2,1 not an element of R. Therefore, R is not symmetric. അടുത്ത്, ഇത് ട്രാൻസിറ്റീവ് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. തുടർച്ചയായിട്ടുള്ള രണ്ട് ഓർഡേഡ് പേർ എടുക്കുക. ഈ ലാസ്റ്റ് രണ്ട് എടുക്കുക. 1,2 then 2 will start ചെയ്യുന്ന മറ്റൊരു ഓർഡേഡ് പേർ 2,3. ഇത് രണ്ടും എവിടെയുണ്ട്? റിലേഷനകത്തുണ്ട്. 1 2 2 3. then ആര് വേണം? 1,3 റിലേഷനകത്തുണ്ട് എങ്കിൽ ട്രാൻസിറ്റീവ് ആകാം. ഇവിടെ ഉണ്ടോ? 1,3 ഫസ്റ്റും ലാസ്റ്റും 1,3 ഇതിനകത്തുണ്ടോ? ഇല്ല. Therefore, it is not transitive. അല്ല എന്ന് കാണിക്കാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മതി. ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യാൻ എല്ലാം വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ല എന്ന് കാണിക്കാനാണ് ഈസി. 1 2 2 3 element of R ആണ്, but 1,3 not an element of R. Therefore, the relation R is not transitive. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ടൈപ്സ് ഓഫ് റിലേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഷുവർ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മോർ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് ഒരു A+ മതി എന്നുള്ള കുട്ടികൾ ഇത്രയും പഠിച്ചാലും മതി. കൂടുതൽ പഠിക്കുന്നതാണ് ബെറ്റർ. അതിന് നിങ്ങൾ റിവിഷൻ ക്ലാസ് കാണുക. ക്വസ്റ്റ്യൻ നമ്പർ 4, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ടൈപ്സ് ഓഫ് റിലേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, ടൈപ്സ് ഓഫ് ഫംഗ്ഷനിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ, അങ്ങനെ ചോദിക്കാനാണ് സാധ്യത. ഓക്കെ, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഡിഫൈൻഡ് ബൈ f of x equal to 3 minus 4x is both 1 1 and 1 2. ഈ ഫംഗ്ഷൻ 1 1 ആണ്, 1 2 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം ഈ ഫംഗ്ഷൻ 1 1 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതിനുള്ള പ്രൊസീജിയർ ഇത്രയേ ഉള്ളൂ. ലെറ്റ് f of x equal to f of y എന്ന് അസ്യൂം ചെയ്യുക. അല്ലെങ്കിൽ f of x1 equal to f of x2 എങ്ങനെ വേണോ അസ്യൂം ചെയ്യാം. f of x equal to f of y. f of x ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 3 minus 4x equal to f of x ഇതാണെങ്കിൽ f of y എന്തായിരിക്കും? 3 minus 4y. 3 ക്യാൻസൽ ചെയ്യാം, കാരണം ഈ +3 ഇപ്പുറത്ത് -3 അല്ലേ. ക്യാൻസൽ ചെയ്താൽ -4x equal to -4y. -4ഉം -4ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടി? x equal to y. f of x equal to f of y implies x equal to y എന്ന് പ്രൂവ് ചെയ്താൽ ഫംഗ്ഷൻ f is എന്തെന്ന് പറയാം? 1 1. എവരി എലമെന്റ് ഹാസ് ഡിസ്റ്റിങ്ക്ട് ഇമേജസ് എന്ന് പ്രൂവ് ചെയ്തു. ഓരോ എക്സിനും വ്യത്യസ്തമായ ഒരു y വാല്യൂ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ ആ ഫംഗ്ഷൻ 1 1 എന്നായി. വളരെ സിമ്പിൾ ആണ് 1 1 എന്ന് പ്രൂവ് ചെയ്യുന്ന പ്രൂഫ്. ഓക്കെ, നെക്സ്റ്റ് ഈ ഫംഗ്ഷൻ 1 2 ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്താണ് നമ്മുടെ ഫംഗ്ഷൻ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? f from real number to real number defined by f of x equal to 3 minus 4x. 1 2 എന്ന് പ്രൂവ് ചെയ്യാൻ ഈ രണ്ടാമത്തെ സെറ്റിലെ ഒരു എലമെന്റ് ആർബിട്രറി ആയിട്ട് എടുക്കുക. അത് y എന്ന് എടുക്കാം. അപ്പോൾ ലെറ്റ് y എലമെന്റ് ഓഫ് ക്യാപിറ്റൽ R എന്ന് അസ്യൂം ചെയ്യുക. ആൻഡ് f of x equal to y. ഇതാണ് എൻ്റെ പ്രൊസീജിയർ. f of x നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 3 minus 4x equal to y. minus 4x equal to y minus 3. x equal to എന്ത് കിട്ടി? y minus 3 by minus 4. y എന്ന് പറയുന്നത് എന്താണ്? ഒരു റിയൽ നമ്പറാണ്. ഇവിടെ ഏത് റിയൽ നമ്പർ കൊടുത്താലും y എന്ന് പറയുന്ന ഒരു റിയൽ നമ്പറാണ്. yക്ക് ഏത് റിയൽ നമ്പർ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താലും ഈ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഒരിക്കലും ഇവിടെ കോംപ്ലക്സ് നമ്പർ വരത്തില്ലല്ലോ. കോംപ്ലക്സ് വരണമെങ്കിൽ റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വേണം. അപ്പോൾ ഇവിടെ yക്ക് ഏത് റിയൽ നമ്പർ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താലും x എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു റിയൽ നമ്പർ ആയിരിക്കും. രണ്ടാമത്തെ സെറ്റിൽ ആർബിട്രറി ആയിട്ട് എലമെന്റ് എടുത്താൽ അതിന്റെ കറസ്പോണ്ടിങ് പ്രീ ഇമേജ് നമുക്ക് ആദ്യ സെറ്റിൽ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡാണ് ഇത്. x equal to ഇവിടെ കിട്ടുന്ന എലമെന്റ് ആദ്യത്തെ സെറ്റിൽ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തു. Therefore, the function f is on 2. ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ് അല്ലേ. എങ്കിൽ എങ്ങനെയാണ് 1 2 എന്ന് പ്രൂവ് ചെയ്യേണ്ടത്? ഒരിക്കൽ കൂടെ പറയാം. രണ്ടാമത്തെ സെറ്റിൽ ഒരു എലമെന്റ് y എന്ന് എടുക്കുക. സച്ച് ദാറ്റ് f of x equal to y. സിംപ്ലിഫൈ ചെയ്ത് എക്സിന്റെ വില കാണുക. ആ എക്സ് ഈ ആദ്യത്തെ സെറ്റിൽ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ ഫംഗ്ഷൻ എന്തെന്ന് കിട്ടി? 1 1 എന്ന് കിട്ടി. ഫംഗ്ഷൻ 1 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 3 minus 4x എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 1 ആണ് 1 2 ആണെന്ന് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മറ്റൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. Show that the function f from real number to real number defined by f of x equal to 3x is bijective. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ 1 1 ആണ് 1 2 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ ലെറ്റ് f of x equal to f of y implies f of x ഇവിടെ എന്താണ്? 3x.
equal to f of y 3y. 3 cancel ചെയ്താൽ x equal to y. Every element has distinct image. Therefore function is 1 1. അടുത്ത 1 2 prove ചെയ്യാൻ let y element of R and f of x equal to y. f of x 3x equal to y. അതിൽ നിന്ന് x എന്താണ് y by 3. ഈ y എന്ന് പറയുന്ന റിയൽ നമ്പർ ആണ്. yക്ക് ഏത് റിയൽ നമ്പർ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താലും ഇവിടെ കിട്ടുന്നത് ഒരു റിയൽ നമ്പർ തന്നെയാണ്. Therefore function is എന്തെന്ന് പറയാം? on 2 എന്ന് പറയാം. Since f is both 1 1 and on 2, it is bijective. Okay, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫ് ആണ്, ഇമ്പോർട്ടന്റുമാണ്. നെക്സ്റ്റ് വൺ, a function f from a to b is on 2 if and only if range of f equal to codomain of f അല്ലെങ്കിൽ സെറ്റ് ക്യാപിറ്റൽ B എന്ന് എഴുതിയാലും മതി. കോഡൊമൈൻ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ എന്താണ്? ക്യാപിറ്റൽ B ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, let f from real number to real number defined as f of x equal to x raised to 4. Choose the correct answer. f is 1 1, f is on 2, f is neither on 1 nor on 2, f is 1 1 and not on 2. ഓർത്തിരിക്കുക, x square, x raised to 4, x raised to 6, x raised to even powers ഇൻഡിജേഴ്സ് അല്ലേ വരുന്ന എല്ലാ ഫംഗ്ഷന്റെയും ഷേപ്പ് യു ഷേപ്പ് ആയിരിക്കും. അതിന്റെ ബേസ് കുറച്ച് പരന്ന് വരുന്നതനുസരിച്ച് മാറും, പക്ഷെ എല്ലാത്തിന്റെ ഷേപ്പ് യു ഷേപ്പ് മോഡൽ ആയിരിക്കും. എക്സ് സ്ക്വയർ, എക്സ് റൈസ് ടു 4 എല്ലാം. ഈ ഫംഗ്ഷൻ റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ 1 1 on 2 അല്ല. യു ഷേപ്പ് ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇമേജസ് വരും അല്ലെ, ഡിസ്റ്റിങ്ക്ട് ഇമേജസ് കിട്ടത്തില്ല. ഒരു ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഷോർട്ട് കട്ടാണ് എക്സ് സ്ക്വയർ, എക്സ് റൈസ് ടു 4 അങ്ങനെ ഈവൻ ഇൻഡിജേഴ്സ് പവറായിട്ട് വരുന്ന ഈ പോളിനോമിയൽ ഫംഗ്ഷന്റെ എല്ലാം, ഈ പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം എന്താണ്? 1 1 അല്ല, on 2 അല്ല. കാരണം കോഡൊമൈൻ എന്ന് പറയുന്നത് ക്യാപിറ്റലാ, എന്നാൽ ഇതിന്റെയൊക്കെ റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ 0,∞ എന്നാണ് കിട്ടുന്നത്. പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് കോഡൊമൈനും റേഞ്ചും ഈക്വൽ അല്ലാത്തതുകൊണ്ട് on 2 അല്ല. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 1 അല്ല, on 2 അല്ല. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? f is neither 1 1 nor on 2. ഇത് x raised to 4, x raised to 6, x raised to 8 ഇതിനെല്ലാം ഈക്വൽ ആണ്, സെയിം ആണ് ആൻസർ. ഇനി നേരെ തിരിച്ച് x, x ക്യൂബ്, x raised to 5 ഓഡ് പവേഴ്സ് വന്നാൽ ഫംഗ്ഷൻ 1 1 ആണ്, on 2 ആണ്. ആ ഫംഗ്ഷൻസ് എന്താണ്? 1 1 ആയിരിക്കും, on 2 ആയിരിക്കും. അതായത് അത് ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം. നെക്സ്റ്റ്, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫൈൻഡ് എഫ് കോമ്പോസിഷൻ ജി ആൻഡ് ജി കോമ്പോസിഷൻ എഫ് ഇഫ് f from real number to real number and g from real number to real number given by f of x equal to cos x and g of x equal to 3x square. Okay, so കോമ്പോസിഷൻ കാണുന്ന ഫോർമുല f കോമ്പോസിഷൻ g, ഈ 0 നമ്മൾ അങ്ങനെയാണ് വായിക്കേണ്ടത് കേട്ടോ. f കോമ്പോസിഷൻ g of x കാണുന്ന ഫോർമുല f of g of x. f of g of x ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എന്താണ്? 3x square. ഇനി f എന്ന് പറയുന്നത് എന്തായിരുന്നു? cos x. അപ്പൊ f of 3x square എന്ത് വരും? cos 3x square. f of x ആണെങ്കിൽ cos x, അപ്പൊ f of 3x square എന്തായിരിക്കും? cos 3x square. അത്രേ ഉള്ളൂ. നെക്സ്റ്റ്, g കോമ്പോസിഷൻ f of x കാണുന്ന ഫോർമുല g of f of x. g of f of x ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് cos x. നൗ g of cos x കാണണം. g of x എന്താണ്? 3x square. അപ്പൊ g of cos x എന്തായിരിക്കും? 3 into cos square x. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ റിവിഷൻ ക്ലാസ് കാണുക. ലാസ്റ്റ് വൺ, സിമ്പിൾ വൺ. എ ഫംഗ്ഷൻ എഫ് ഈസ് ഇൻവെർട്ടിബിൾ ഇഫ് ആൻഡ് only if. ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് കാണാൻ സാധിക്കണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? ബൈജക്റ്റീവ് ആയിരിക്കണം. അതായത് 1 1 ആയിരിക്കണം, on 2 ആയിരിക്കണം. ഒൺ വേർഡ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. എ ഫംഗ്ഷൻ എഫ് ഈസ് ഇൻവെർട്ടിബിൾ ഇഫ് ആൻഡ് only if എഫ് ഈസ് ബൈജക്റ്റീവ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഷുവർ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഫുൾ മാർക്ക് വേണം എന്നുള്ള കുട്ടികൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. ജസ്റ്റ് ഒരു A+ മതി എന്ന് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ, അതിനുവേണ്ടി പഠിക്കുന്ന കുട്ടികൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചാലും കിട്ടും. സോ ടൈപ്സ് ഓഫ് റിലേഷൻ, ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ, ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ, ഈ 4 പോർഷനാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്തിയത്. തീർച്ചയായും ഇത് ഭംഗിയായി പഠിക്കുക, എഴുതി പഠിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള 7 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ ചാപ്റ്റർ നമ്പർ 2 ഷുവർ ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം. Wait for the next class. Till then, bye bye.